അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത ബ്രദർ അവർ പിന്നെ 17 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 2 മക്കൾ അവർക്കുണ്ട്. സൗദിയിലാണ് അവർ ജോലി ചെയ്യുന്നത്, രണ്ടുപേരും ഭാര്യ ഭർത്താവും സൗദിയിലാണ്. ഭാര്യയ്ക്ക് അവിടെ നല്ല ശമ്പളമുള്ള നല്ല നിലയിലുള്ള ജോലി അവർക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അവർ നാട്ടിൽ വീടൊക്കെ വെച്ചു. ആ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ ഈ കുടുംബത്തിലെ ആളുകളെ ഒന്ന് ഒരു അപമാനിക്കുന്ന രീതിയിൽ ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒന്ന് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ അതിൽ നിന്ന് ഒരു ചെറിയ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ഈ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻ്റ് ആളാണ്, അങ്ങനെ പ്രതികരിക്കുകയോ സംസാരിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഭാര്യ അങ്ങനെ സംസാരിച്ചാൽ ഇവരെ ഒന്ന് സമാധാനപ്പെടുത്താനൊന്നും അവർ തുനിഞ്ഞതുമില്ല. എന്നാലും അവർ തിരിച്ചു പോയി ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമല്ല, അവർ തമ്മിൽ പിണങ്ങി. 2 മാസമായിട്ട് ഒരു വീട്ടിലാണെങ്കിലും അവർ അങ്ങനെ ജീവിക്കണില്ല. അതുമാത്രമല്ല ഇപ്പോൾ പിന്നെ ഈ ജ്യേഷ്ഠൻ്റെ സാലറി കുറച്ച് കുറയുകയും ചെയ്തു. പിന്നെ അവരുമായി ബന്ധമല്ല. ഇപ്പോൾ അവർ ഡിവോഴ്സ് ആവശ്യപ്പെടണം. അപ്പോൾ അവരിപ്പോൾ ഒരു അവസാനം ഒരു താക്കീത് പോലെ പറഞ്ഞത് ഈ ഒക്ടോബർ മാസത്തിൽ നാട്ടിൽ വന്നാൽ ഈ വീട് അവരുടെ പേരിൽ എഴുതി വാങ്ങുകയും അതേപോലെ ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുപ്പയുമായി ബന്ധപ്പെട്ടപ്പോൾ ഉപ്പ അത് കൈമലർത്തി. അവൾ പണ്ടേ ഒരു വാശിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തുകയാണ് ചെയ്തത്. അവരെ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഇപ്പോൾ ഭാര്യ നഷ്ടപ്പെടും, ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ആളുള്ളത്. ആൾക്കാണെങ്കിൽ ഭാര്യയോട് നല്ല സ്നേഹവും കാര്യമൊക്കെയാണുള്ളത്. അപ്പോൾ എന്താണ് ഒരു പരിഹാരം എന്നുള്ളതാണ് അവർ ചോദിച്ചത്. ഈ പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവേ പെൺകുട്ടികൾ പറയാറുള്ള ഒരു സ്ഥിരം കമൻറ്റ്, സത്യത്തിൽ ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അതായത് എനിക്കൊരു ജോലി വേണം, എങ്കിൽ എനിക്ക് മറ്റൊരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആശ്രയിക്കാതെ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാമല്ലോ എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ കേൾക്കുമ്പോൾ ഒരു തെറ്റും തോന്നണില്ല. ഒരു പെൺകുട്ടിക്ക് ജോലി ഉണ്ടായി, അപ്പോൾ നമ്മൾ രക്ഷിതാക്കളൊക്കെ നമ്മളെ മക്കൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവൾക്ക് ജീവിതകാലം മുഴുവൻ സമാധാനമായി ജീവിക്കാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ ഒരു ആത്മവിശ്വാസവും ഈ ഒരു വരുമാനവും സമ്പന്നതയും പലപ്പോഴും എന്തായിരിക്കും, ഭർത്താവിനെയും ആശ്രയിക്കേണ്ടതില്ല, ഇനി ഭർത്താവും ആവശ്യമില്ല, ഒരു ഭർത്തൃ കുടുംബങ്ങൾ ആവശ്യമില്ല, എനിക്ക് ജീവിക്കാൻ എൻ്റെ അടുക്കലുണ്ടല്ലോ എന്ന ഒരു ചിന്താഗതിയിലേക്ക് ഈ ചിന്താഗതി വളർന്നു വരികയാണ്. അത് മനസ്സിലുള്ളിടത്തോളം കാലം ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കുടുംബ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിൻ്റെ ഒരു നിഗമനത്തിൽ നിന്നല്ലേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ തെറ്റാവാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു പരിണാമം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് ഒരു ഭർത്തൃ വീട്ടിൽ ഭർത്താവിൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരോടൊക്കെ അങ്ങനത്തെ രൂപത്തിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ധൈര്യപ്പെടാറില്ല. കാരണം അത് ഭർത്താവിൻ്റെ കുടുംബമാണ്, ഞാൻ അവിടെയാണ് ജീവിച്ചിട്ടുള്ളത്. ഇവൾക്ക് എന്താ അങ്ങനെ സംസാരിക്കാൻ കഴിയാൻ കാരണം, അവരിപ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം, ഒരു പ്രശ്നമല്ല. കാരണം ഇവനേക്കാളും വലിയ ജോലിയാണ് അവർക്ക് ഗൾഫിലുള്ളത്, അത് ഗൾഫിലാണ് ഒമ്പിച്ച് വരും. അതുകൊണ്ട് എന്താണ് അവരൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ പറയാൻ പറ്റിയത്. ഇനി അത് കഴിഞ്ഞ് അവളെന്താണ് ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറാൻ എന്താ കാരണം? ഭർത്താവ് പലപ്പോഴും അവളുടെ സമ്പത്തിനെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. ആര് ചിലവഴിച്ചാലും ആ ചിലവഴിക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യും, വിധേയമാകേണ്ടി വരും. അതതിൻ്റെ ഒരു അതുകൊണ്ടാണ് പുരുഷന്മാരോടൊക്കെ പറയണത് എന്താണ്, നിങ്ങളാണ് ചിലവഴിക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ചിലവഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കണം. അപ്പോൾ ഈ പെൺകുട്ടിയിൽ നിന്ന് ശമ്പളം വാങ്ങി പൈസ വാങ്ങിയിട്ട് മുന്നോട്ട് പോയാൽ അയാൾക്ക് വില ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ജോലി ഉണ്ടായിക്കോട്ടെ, സ്ത്രീകൾ ജോലി ചെയ്തോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരിക്കലും ആ സമ്പത്തിനെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകരുത്. ആ പണം സ്വതന്ത്രമായി അവർക്ക് വിട്ടുകൊടുക്കാം. അവരെന്തിനാ ആണെങ്കിൽ ചിലവഴിച്ചോട്ടെ എന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും, അത് എപ്പോഴും ഒരു ചർച്ചയായി ഒരു പ്രയാസമായി വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവളെന്താണ്, ആ ഒരു സ്വയം പര്യാപ്തതാബോധം, ആ ഒരു സാമ്പത്തികമായിട്ടുള്ള അവളുടെ ഐശ്വര്യത അതെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഭർത്താവ് വേണ്ടെന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. മാത്രമല്ല അതിൻ്റെ ഏറ്റവും മോശമായ രൂപമാണേത്, അവളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ വീടും പറമ്പുമെല്ലാം എനിക്ക് തിരിച്ചേൽപ്പിച്ചിരിക്കണമെന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഇതിൽ പാടുണ്ട്. അതായത് ആണുങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്, ഭാര്യമാരെ ആശ്രയിച്ചുകൊണ്ടും അവരുടെ പണത്തെ കണ്ടുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ജീവിതം കെട്ടിപ്പടിക്കരുത്.
ആ പണം എപ്പോഴും നമുക്കൊരു ദുരന്തമായി മാറും. അവർക്ക് പണം ഉണ്ടായിക്കോട്ടെ, അത് അവർ ചിലവഴിച്ചോട്ടെ, അവരാവശ്യത്തിന് എടുത്തോട്ടെ. അവരുടെ ചിലവും അവൾക്ക് മാക്സി വാങ്ങുന്നതും അവൾക്ക് ചുരിദാർ വാങ്ങുന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ പണം കൊണ്ടാവാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. അത് പിന്നെ സ്ത്രീകൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സുരക്ഷ, ഒരു ഭർത്താവിൻ്റെ സംരക്ഷണം, ഇതിനൊക്കെ വളരെ വലിയ നിർഭയത്വവും മനസ്സമാധാനവും നൽകുന്ന ഘടകങ്ങളാണ്. അത് നമ്മളിത് എത്ര പണമുണ്ടെങ്കിലും ആ ഒരു സുരക്ഷിത സമാധാന ജീവിതം നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അത് നമ്മൾ നല്ലൊരു കുടുംബത്തിന് സഹകരിച്ച് നിന്ന് പോയി തന്നെ വാങ്ങണം. ഒരു പക്ഷേ ഈ വെല്ലുവിളികളും ഈ ധിക്കാരങ്ങളും എല്ലാം ഒരു പക്ഷേ ഒടുങ്ങാത്ത ഖേദത്തിലേക്ക് അവരുടെ ജീവിതത്തെ നയിച്ചേക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ രക്ഷിതാക്കളും ഈ കാര്യത്തിൽ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കളെ നമ്മൾ എപ്പോഴും മാനസികമായി സജ്ജമാക്കേണ്ടത് എന്താണ്? ഒരു നല്ല ധാർമ്മിക അന്തരീക്ഷത്തിൽ ഒരു ഭർത്താവിനെ സ്നേഹിച്ച് ഒരു ഭർത്താവിൻ്റെ കൂടെ അയാളെ പരിചരിച്ച് അയാളുടെ പരിചരണങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാവുന്ന ഒരു മനസ്സാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. തീർച്ചയായും ചില പാഠങ്ങൾ ജീവിതത്തിൽ പഠിക്കാനിരിക്കുന്നു. അത് പഠിക്കുമ്പോൾ മാത്രമേ ഇത്തരം ആളുകൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ ഡിവോഴ്സുകളൊക്കെ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ജോലി, ഒരു സ്കൂട്ടി, അതാണിപ്പോൾ സ്ത്രീകൾ ഈ പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതൊക്കെ ആ തരത്തിലാണ്, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. അത് രക്ഷിതാക്കളും ഒരു പരിധി വരെ അതിനൊരു സപ്പോർട്ട് ചെയ്തിട്ടാണ് പലരും എന്താ വെച്ചാൽ പിന്നെ ഒരു ജോലി വരെ 25 വയസ്സ് കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് വന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടാണ് അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊന്നും ഒരിക്കലും നമ്മളിപ്പോൾ അത് ഒരു പെൺകുട്ടി പഠിക്കണ്ടെന്നോ അവൾ ജോലി നേടണ്ടെന്നോ അല്ലെങ്കിൽ ജോലിയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. പക്ഷേ ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, ജോലിയുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് ജോലി ഉണ്ടെങ്കിൽ എല്ലാമായി, ഇനി മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത് എന്നാണ്. അതാണ് നമ്മൾ പറയണത്. പുരുഷന്മാരോട് പറയണത് ഭാര്യമാരുടെ ജോലിയും പണവും കണ്ട് ജീവിക്കരുത്. അങ്ങനെ വരുമ്പോൾ അവർ എന്തു ചെയ്യും? ചില സന്ദർഭങ്ങളിൽ ഇത്തരം വെല്ലുവിളികളുമായി വരും. അത് അവരുടെയും ജീവൻ തകർക്കും, നമ്മുടെയും ജീവൻ തകർക്കും. അതാണ് നമ്മൾ പറയുന്നത്.